ഇടാ മടിയാ, എഴുന്നേൽക്കേ. നീ എന്ത് പൊട്ടനാടാ? നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? അല്ലെങ്കിൽ ഓനോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഓനൊരു മണ്ടനാ. എന്ത് അസൂയക്കാരനാടാ. ലേശം അവനക്ക് കൊടുക്കറ. ഓക്കെ, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ നമ്മുടെ കുട്ടികളോട് സ്നേഹത്താലായാലും ദേഷ്യത്തോടു കൂടിയാണെങ്കിലും സംസാരിക്കുന്നത്, അല്ലേ? എങ്കിൽ ശ്രദ്ധിച്ചോ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളാണ് ആ കുഞ്ഞിയിൽ സംഭവിക്കാൻ പോകുന്നത്. സ്ഥിരമായിട്ട് മണ്ടൻ, പൊട്ടൻ എന്നീ വാക്കുകൾ കേൾക്കുന്ന കുഞ്ഞി അവൻ്റെ മനസ്സിൽ അവന് മനസ്സിലാകും, അല്ലെങ്കിൽ അവന് അതവിടെ പതിഞ്ഞിരിക്കും, ഞാനൊരു പൊട്ടനാണ്, ഞാനൊരു മണ്ടനാണ് എന്നുള്ളത്. സെൽഫ് കോൺഫിഡൻസ് പൂർണ്ണമായി നശിച്ചിട്ടുള്ള ഒരു കുഞ്ഞിനെയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മകനായി അല്ലെങ്കിൽ മകളായിട്ട് ലഭിക്കുന്നത്. സ്ഥിരമായിട്ട് ഇത് കേൾക്കുന്ന കുട്ടി ഒരു പേടി അവന് എപ്പോഴും ഉണ്ടാകും. ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ഞാനത് ചെയ്തു കഴിഞ്ഞാൽ അത് മിസ്റ്റേക്ക് ആകുമോ, തെറ്റായി പോകുമോ എന്നോർത്ത് ആ കുഞ്ഞ് ഒരു കാര്യം ചെയ്യുകയില്ല. പിന്നീട് ഉണ്ടാവുന്നത്, ഇത്തരം വാക്കുകൾ കേൾക്കുന്ന കുട്ടിക്ക് കൂടുതൽ കൂടുതൽ ദേഷ്യം വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ദേഷ്യക്കാരൻ, മുൻകോപക്കാരൻ, ശാഠ്യക്കാരൻ, കച്ചറ, ഇത്തരം വേർഡുകളൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളെ യൂസ് ചെയ്യുമ്പോൾ ആ കുട്ടി കൂടുതൽ കൂടുതൽ വയലൻ്റായിട്ട് മാറുകയുള്ളൂ അവൻ്റെ ലൈഫിൽ മുഴുവനായിട്ട്. മോട്ടിവേഷനും അഭിനന്ദനങ്ങളൊക്കെ കിട്ടേണ്ട പ്രായത്തിൽ ഇത്തരം വേർഡുകൾ കേട്ടിട്ടാണ് ആ കുട്ടി വളരുന്നത് എങ്കിൽ അത് പൂർണ്ണമായിട്ടും അവൻ്റെ ജീവിതം താളം തെറ്റും, അവൻ്റെ പഠനത്തെ ബാധിക്കും, അവൻ്റെ ലൈഫിൽ മുഴുവനായിട്ടും അത് ഒരു വലിയ പ്രയാസമായിട്ട് മാറുന്നതായിട്ട് കാണാൻ കഴിയും. ഇത്തരം പേരുകളിൽ കുട്ടികളെ വിളിക്കുമ്പോൾ അവരുടെ മാനസികപരമായിട്ടുള്ള, ആരോഗ്യപരമായിട്ടുള്ള എല്ലാത്തിനെയും അത് ബാധിക്കുകയും അവൻ കൂടുതൽ അക്രമാസക്തമാവുകയും മറ്റു കുട്ടികളെയും അവൻ അത്തരം വേർഡുകൾ യൂസ് ചെയ്യാനും അവരെ ഉപദ്രവിക്കാനും അങ്ങനെ ഒരു വല്ലാത്തൊരു മകനായി അല്ലെ മകളായി ആ കുട്ടി മാറുകയും ചെയ്യും. ഇനി അവൻ്റെ ഭാവി, ഫ്യൂച്ചർ എന്ന് പറയുന്നത്, നമ്മളെന്താണോ അവനെ വിളിക്കുന്നത്, നമ്മളെന്താണ് അവനോട് പെരുമാറുന്നത്, അതായിരിക്കും അവൻ്റെ ഭാവി. അപ്പോൾ നമ്മളെന്താണ് അവനെ വിളിക്കുന്നത് അത് അവനായിത്തീരും എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊരിക്കലും അങ്ങനെ ആവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അല്ലേ? ഉണ്ടോ? ഇല്ല. എങ്കിൽ നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ സ്ഥിരമായിട്ട് അവരോട് സംസാരിക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഭാഗം നമ്മൾ എപ്പോഴും ക്ലിയർ ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, ഇനി മുതൽ നിങ്ങളുടെ കുട്ടികളോട് ഒരു കാരണവശാലും ഇത്തരം വേർഡുകൾ യൂസ് ചെയ്യാൻ പാടില്ല. ഏറ്റവും നല്ല രീതിയിൽ അവരോട് പെരുമാറി അവരെ ഏറ്റവും നല്ല മക്കളായിട്ട് നമ്മുടെ ദുനിയാവിന്, ഈ ലോകത്തിനും പരലോകത്തേക്കും ഉപകാരപ്പെടുന്ന കുഞ്ഞുങ്ങളായിട്ട് മാറട്ടെ. ആമീൻ. താങ്ക് യു.